മഹാഭാരതത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ ജീവിത പാഠങ്ങളാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. അവരിൽ ഏറെ ശക്തനും മഹാഭാരത കാവ്യത്തിലെ വിവാദ പുരുഷനുമാണ് അശ്വത്ഥാമാവ്. ചിരഞ്ജീവി എന്നാൽ മരണമില്ലാത്തവൻ എന്നാണ്. പുരാണ ഇതിഹാസങ്ങൾ പരിശോധിക്കുമ്പോൾ 7 പേർക്കാണ് അത്തരം സിദ്ധിയുള്ളത്. വളരെ കഷ്ടത നിറഞ്ഞ ബാല്യത്തിലൂടെയാണ് അശ്വത്ഥാമാവിൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ദ്രോണരുടെ മകനായി പിറന്നിട്ടും അദ്ദേഹത്തിന് ബാല്യത്തിൽ ഏറെ ക്ലേശതകൾ അനുഭവിക്കേണ്ടി വരുന്നു. സംഹാരത്തിൻ്റെ പ്രതിരൂപമായ പരമശിവന്റെ അംശമായി പിറന്ന അശ്വത്ഥാമാവിൻ്റെ ജന്മനിയോഗവും മറ്റൊന്നായിരുന്നില്ല. അശ്വത്ഥാമാവ് പിറന്നു വീണപ്പോൾ ഇന്ദ്രലോകത്തെ കുതിരയായ ഉച്ചൈശ്രവസനെ പോലെയാണ് കരഞ്ഞത്. അതിനാലാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്. കഴിവും സിദ്ധികളും എല്ലാം ഉണ്ടായിരുന്നിട്ടും ദുര്യോധനനോടുള്ള അന്ധമായ പ്രതിപത്തി കർണനെ പോലെ തന്നെ അശ്വത്ഥാമാവിൻ്റെ ജീവിതത്തെയും ഒരു ദുരന്തത്തിലേക്ക് നയിച്ചു. അശ്വത്ഥാമാവിൻ്റെ നെറ്റിയിൽ ഒരു വിശേഷപ്പെട്ട രത്നമുണ്ടായിരുന്നു. കർണന് കവചകുണ്ടലങ്ങൾ എന്ന പോലെയാണ് അശ്വത്ഥാമാവിന് തൻ്റെ ശിരസിലെ രത്നം പ്രയോജനപ്പെട്ടത്. ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ടാണ് മഹാഭാരതത്തെ എല്ലാവരും വിലയിരുത്തുന്നത്. പക്ഷേ യുദ്ധം ദിവസങ്ങൾ കടന്ന് മുന്നോട്ട് പോകുന്തോറും യുദ്ധത്തിൻ്റെ മാന്യതയും സത്യസന്ധതയും ക്രമേണ ഇല്ലാതാവാൻ തുടങ്ങി. ഏതു വിധേനയും ശത്രുവിന് മേൽ വിജയം നേടുക എന്ന ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എത്ര ഹീനമായ അപരാധം പ്രവർത്തിക്കാനും മറ്റുള്ളവരോടൊപ്പം അശ്വത്ഥാമാവും തയ്യാറായി. അതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത് സ്വന്തം പിതാവായ ദ്രോണരുടെ ജീവനാണ്. മഹാഭാരത യുദ്ധത്തിലുടനീളം ദ്രോണരും അശ്വത്ഥാമാവും തോളോട് തോൾ നിന്നുകൊണ്ടാണ് പാണ്ഡവ സേനയുടെ ഉന്മൂലനത്തിനായി പരിശ്രമിച്ചത്. തൻ്റെ പ്രിയ ശിഷ്യനായ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ദ്രോണർ അശ്വത്ഥാമാവിനും ഉപദേശം നൽകാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തി. തൻ്റെ പ്രിയ ശിഷ്യൻ അർജുനനാണെങ്കിലും പുത്രനായ അശ്വത്ഥാമാവിനോട് അളവറ്റ സ്നേഹമുണ്ട് ദ്രോണർക്ക്. ഈ സ്നേഹം മുതലെടുത്തുകൊണ്ട് ദ്രോണരെ വീഴ്ത്താൻ പാണ്ഡവർ തീരുമാനിക്കുന്നു. അർജുനന്റെ പുത്രനായ അഭിമന്യുവിനെ ദുര്യോധനനും ജയദ്രഥനും അശ്വത്ഥാമാവും ചേർന്ന് ചക്രവ്യൂഹത്തിൽ വെച്ച് ചതിച്ച് കൊലപ്പെടുത്തിയപ്പോഴേക്കും തന്നെ ഏതു വിധേനയും യുദ്ധം ജയിക്കണമെന്ന ചിന്ത എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. അശ്വത്ഥാമ ഹത ന കുഞ്ചര എന്ന അശ്വത്ഥാമാവിൻ്റെ വ്യാജ മരണ വാർത്ത ധർമ്മിഷ്ഠനായ ധർമ്മപുത്രരെ കൊണ്ട് കൃഷ്ണൻ കളവ് പറയിക്കുന്നു. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായ ദ്രോണരെ വധിക്കാൻ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. അശ്വത്ഥാമാവ് എന്ന പേരുള്ള ആനയ്ക്കാണ് വാസ്തവത്തിൽ അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. എന്നാൽ അത് കേട്ട മാത്രയിൽ തൻ്റെ മകനായ അശ്വത്ഥാമാവിനാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്ന ധാരണയിൽ തേർത്തട്ടിൽ തളർന്നിരുന്ന ദ്രോണരുടെ ശിരസ് ദൃഷ്ടദ്യുമ്നൻ അറുത്തുമാറ്റുന്നു. ഈ വിവരമറിഞ്ഞ അശ്വത്ഥാമാവിൻ്റെ പക ഇരട്ടിക്കുന്നു. ദ്രോണരുടെയും കർണൻ്റെയും ദുര്യോധനൻ്റെയും പരാജയത്തിനു ശേഷം മരണമുഖത്ത് നിന്ന് ദുര്യോധനൻ്റെ ആശീർവാദത്തോടെ അശ്വത്ഥാമാവ് കൗരവസേനയുടെ സൈന്യാധിപനായി അവരോധിക്കപ്പെടുന്നു. പരമശിവൻ അനുഗ്രഹിച്ചു കൊടുത്ത വാൾ കയ്യിലെടുത്തുകൊണ്ട് സന്ധിക്ക് ശേഷം യുദ്ധം പാടില്ല എന്ന നിയമം കാറ്റിൽ പറത്തി അശ്വത്ഥാമാവ് ഉറങ്ങിക്കിടന്ന എല്ലാ യോദ്ധാക്കളുടെയും മേൽ തലങ്ങും വിലങ്ങും വെട്ടുന്നു. ഇത് മുൻകൂട്ടി അറിഞ്ഞ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് കൃത്യസമയത്ത് പിൻവാങ്ങിയതിനാൽ പാണ്ഡവർക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ല. എന്നാൽ അശ്വത്ഥാമാവിൻ്റെ പക അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പാണ്ഡവരുടെ വംശത്തെ പൂർണ്ണമായി ഇല്ലാതാക്കണം എന്ന നിശ്ചയത്തോടെ തൻ്റെ കൈവശമുണ്ടായിരുന്ന ബ്രഹ്മാസ്ത്രം പാണ്ഡവരുടെ അനന്തരാവകാശിയായ ഉത്തരയുടെ ഗർഭസ്ഥ ശിശു പരീക്ഷിത്തിൻ്റെ മേൽ ചെന്ന് പതിക്കുന്നു. ഉത്തരയുടെ പുത്രൻ പരീക്ഷിത് മരിച്ചതറിഞ്ഞ് ശ്രീകൃഷ്ണൻ അസാധാരണമായ വിധം കോപിഷ്ഠനാകുന്നു. കണ്ണില്ലാത്ത ഈ ക്രൂരതയ്ക്ക് അശ്വത്ഥാമാവ് കനത്ത വില നൽകേണ്ടി വന്നു. ദ്രോണരുടെ പുത്രനായി പിറന്നിട്ടും പകയും പ്രതികാരവും പേറി ചെയ്തു കൂട്ടിയ ഈ ക്രൂരതയ്ക്ക് യുഗങ്ങളോളം ഭൂമിയിൽ ഉടലില്ലാത്ത ശിരസ് മാത്രമായി യുദ്ധത്തിലേറ്റ വ്രണവും മുറിവുകളും പേറിക്കൊണ്ട് അലിഞ്ഞു തിരിയാൻ ഇടവരട്ടെ എന്ന് ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ ഉഗ്രമായി ശപിക്കുന്നു. കലിയുഗത്തിൻ്റെ അന്ത്യപാദം വരെ ഇവിടെ നടക്കുന്ന എല്ലാ അനീതികൾക്കും അക്രമങ്ങൾക്കും മൂകസാക്ഷിയായി അശ്വത്ഥാമാവ് അലഞ്ഞു തിരിയുന്നു എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു.